കാലവർഷം ശക്തമായതോടെ ഊരകത്തെ യാത്രാ ദുരിതം തീർത്ത രൂക്ഷമായി വെള്ളക്കെട്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ ഊരകം സെന്ററിൽ നിന്ന് തെക്ക് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. മഴ പെയ്യുന്നതോടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 4 വാർഡുകൾ, വലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ കുന്നിൻമുകൾ എന്നിവിടങ്ങളിൽ നിന്ന് കനത്ത തോതിലാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. മഴവെള്ളത്തോടൊപ്പം ഒഴുകിവരുന്ന മാലിന്യങ്ങളും ഊരകം സെന്ററിലൂടെ ചെറുകുളം പാടശേഖരത്തേക്കാണ് എത്തുന്നത്. ശക്തമായി ഒഴുകിവരുന്ന മഴവെള്ളം റോഡിന്റെ ഇരുവശത്തെ കാനകൾ വൃത്തിയാക്കാത്തതിനെ തുടർന്നാണ് തടയപ്പെടുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ 7 വർഷമായി കാനകൾ വൃത്തിയാക്കിയിട്ടില്ലെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് നിർമ്മാണം നടക്കുന്നതിനാൽ അരികിലുള്ള മണ്ണും കാനകളിൽ നിറഞ്ഞ അവസ്ഥയിലാണ്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന റോഡിന്റെ വീതി കൂട്ടി നിർമ്മിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ നിലവിലുണ്ടായിരുന്ന റോഡിന്റെ വീതി കുറഞ്ഞതിനൊപ്പം കാനകൾ നിർമ്മിച്ചതുമില്ല. ഊരകം മാവിൻചൂട് റോഡരികിൽ കട്ട വിരിക്കുന്നതിനായി എടുത്ത മണ്ണ് അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു. തടസ്സമില്ലാത്ത മരങ്ങൾ വരെ മുറിച്ചു മാറ്റിയ അധികൃതർ ഊരകം പോസ്റ്റ് ഓഫീസിന് എതിർവശത്തെ തടസ്സമായുള്ള മദ്രാശി മരങ്ങൾ മുറിച്ചു മാറ്റാൻ തയ്യാറാകുന്നില്ല. ഊരകം ക്ഷേത്രനടയിൽ സ്ലാബിന് കീഴിലെ പൈപ്പുകളിൽ മാലിന്യം വന്നടിയുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനും തടസ്സമുണ്ടാകുന്നു. വാഹനയാത്രക്കാർക്കൊപ്പം കാൽനടയാത്രക്കാർക്കും ഇതുവഴിയുള്ള യാത്ര ദുരിതമാണ് ഉണ്ടാക്കുന്നത്. കാനകൾ മൂടിയ നിലയിലായതോടെ ഊരകം മൈമ്പിള്ളി ക്ഷേത്രത്തിന് മുൻഭാഗത്തായി ഉപയോഗിച്ച പാടുകളടക്കമുള്ള മാലിന്യം വന്നടിയുകയാണ്. സംസ്ഥാന പാതയുടെ ഇരുവശത്തേക്കുമുള്ള റോഡിലേക്കുള്ള കോൺക്രീറ്റ് നിർമ്മാണവും നടക്കാത്തതും വെള്ളക്കെട്ടിന് കാരണമാകുന്നു. നിലവിൽ റോഡ് നിർമ്മാണത്തിൽ തുടരുന്ന അനാസ്ഥ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ അറിയിച്ചു.